റമദാൻ മാസം നിർബന്ധമാകുന്നതിന് മുമ്പ് ആശൂറ ഉണ്ട്. അപ്പോൾ ആശൂറ ഒരു നിർബന്ധമുള്ള ചടങ്ങ് പോലെയായിരുന്നു ആദ്യകാലത്ത്. റമദാൻ മാസം നിർബന്ധമായതിന് ശേഷം പിന്നെ ആശൂറാവിനോടുള്ള ആ നിർബന്ധ മുഖം അയഞ്ഞു. ഇപ്പോൾ സുന്നത്ത് എന്നൊരു മുഖമേ ഉള്ളൂ ആശൂറ. ആശൂറാവ് എന്ന് പറയുന്നത് അശറ 10 അശറത്ത് 10ാമത്തെ ദിവസം, മുഹറമിലെ 10ാമത്തെ ദിവസം. അപ്പോൾ ആ ഒരു 10ൻ്റെ അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താകുവാനുള്ള ഇട വരുത്തിയ സംഗതി കേട്ടു കാണും നിങ്ങളൊക്കെ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഈജിപ്ത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ ചുറ്റി നിൽക്കുന്ന ഒരു കടലാണ് ചെങ്കടൽ. ഈ ചെങ്കടൽ എന്ന് പറയുന്ന സാധനത്തിന് ഒരു സ്ഥലത്ത് ഒരു കീറ് ഉണ്ട്. കീറ് എന്ന് വെച്ചാൽ അർത്ഥം ഭൂമിയുടെ കുറേ ഭാഗം ഉള്ളിലോട്ട് കടൽ കയറി നിൽക്കുന്നു. കടലങ്ങനെ പരന്നു കിടക്കുന്നു. അപ്പോൾ കരയിൽപ്പെട്ട ഒരു സ്ഥലത്ത് കുറേ വീതിയിൽ കരയിൽ തന്നെ കടൽ കയറി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതും കടൽ തന്നെയാണ്. കടലിൻ്റെ ഒരു കൈ ഒരു ഭാഗത്തേക്ക് നീണ്ട പോലെ. ഈ കയറി നിൽക്കുന്ന കീറി നിൽക്കുന്നതിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകാനും സാധ്യമല്ല. കാരണം വെള്ളമാണ്. ഈ കീറായി നിൽക്കുന്നതിൻ്റെ ഈ കരയും ആ കരയും രണ്ട് കരയും ഈജിപ്ത് തന്നെയാണ്. നാട് ഈജിപ്ത് തന്നെ. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാമിനും കൂടെയുള്ളവർക്കും രാവ് തോണിയൊന്നും കാത്തു നിൽക്കാൻ സമയമില്ലാതെ നാട് വിട്ടു പോവേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അല്ലാഹു തആല ദ്രവങ്ങൾ വിധാനം പാലിക്കുന്നു എന്ന് പറയുന്ന പ്രാപഞ്ചിക നിയമത്തെ ഏതാനും മണിക്കൂറുകളിലേക്ക് തിരുത്തി എഴുതി. അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ ഈ ആശൂറ. ദ്രവങ്ങൾ വിധാനം പാലിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലും വെള്ളത്തിൽ നിന്ന് ഒരു കൈകൊണ്ട് ലേശം കോരിയെടുത്താൽ ആ കോരിയെടുത്ത സ്ഥലത്ത് അലുവ കോരിയതുപോലെയല്ല, അവിടെ കുഴി ഉണ്ടാവില്ല. അപ്പോഴേക്കും അപ്പുറവും ഇപ്പുറവും വെള്ളം വന്നിട്ട് തൂർന്നു പോവും. ഇതിനെയാണ് ദ്രവങ്ങൾ വിധാനം പാലിക്കുന്നു എന്ന് പറയും. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വെടികൊണ്ട് മേൽപ്പറയപ്പെട്ട ആ കീറായ കടൽ ഭാഗത്ത് അടിച്ചപ്പോൾ വെള്ളത്തിൻ്റെ തന്മാത്രകൾ, കണികകൾ, വഹ്ദാത്ത്, പ്രകൃതി നിയമം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അതായത് വിധാനം പാലിക്കാതെ ഒന്നൊരു ഭാഗത്തേക്കും മാറി. ചളി എന്ന് പറയുന്ന സ്ഥലത്തിന് അതിനൊരു പ്രകൃതി നിയമമുണ്ട്, ചളിവിളിയാവുക എന്നുള്ളത് തന്നെ. പക്ഷെ ആ മണ്ണ് അവിടെയും അതിൻ്റെ പ്രകൃതി നിയമം മാറ്റിയത്. അതായത് പെട്ടെന്ന് അത് വരണ്ടു, ഈർപ്പം നഷ്ടപ്പെട്ട മണ്ണായി മാറി. ഇപ്പം സുഗമമായിട്ട് 10,000-കണക്കിൽ ആളുകൾക്ക് പെണ്ണും ആണും കൂടിയതിന് പാസ് ചെയ്ത് പോകാൻ കഴിയും. അങ്ങനെ ദ്രവങ്ങൾ വിധാനം പാലിക്കുക എന്ന് പറഞ്ഞ പ്രാപഞ്ചിക നിയമത്തെ അല്ലാഹു തആല തന്നെ മണിക്കൂറുകളിൽ സമയത്തേക്ക് തിരുത്തി കുറിച്ച അത് മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു യാത്രാപഥം ഒരുക്കുക എന്ന നിയമത്തായിരുന്നു. ആ നിയമത്ത് അതിനെ ഇന്നും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ വിശേഷിപ്പിക്കൽ പുറപ്പാട് എന്നാണ്. അതായത് ഖുറൂജ് എന്ന് പറയും. അവരുടെ കൈകൊണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ പുസ്തകമാണ് തോറ. അള്ളാഹ് ഇറക്കിയ തൗറാത്തല്ല തോറ. ആ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഓൾഡ് ടെസ്റ്റ്മെന്റ് അഥവാ തോറ എന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും വിളിക്കുന്നത് 5 ലഘുലേഖകളാണ്. ആ 5 ലഘുലേഖകളിൽപ്പെട്ട ഒരു ലഘുലേഖയുടെ പേര് തന്നെ പുറപ്പാട് എന്ന്, ഖുറൂജ് എന്ന് പറയുക അറബിയിൽ. എന്താണ് ഈ പുറപ്പാട് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഈജിപ്തിലെ മേൽപ്പറയപ്പെട്ട ആ ഒരു കീറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പുറപ്പെട്ട പുറപ്പാട്. തൽസമയത്ത് വെള്ളം മാറി നിന്ന് കൊടുത്ത അത്ഭുതം.
അപ്പോൾ അവരും തന്നെ അതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലമായപ്പോഴേക്ക് കൊല്ലം ഈ സംഭവം കഴിഞ്ഞിട്ട് 1000ന്റെ മുകളിൽ കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സമയമായപ്പോൾ ഈ 1000 കൊല്ലത്തിൽ പരം കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള മദീനത്തെ ജൂതന്മാർ അവർ ഈ പുറപ്പാട് എന്ന് പറയുന്ന മുഹറം 10ന്റെ പുറപ്പാടിനെ ഒരു മോശെ അനുസ്മരണം, മൂസാ നബിന്റെ അനുസ്മരണം എന്ന നിലക്ക് വ്രതം അനുഷ്ഠിച്ച് കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചാൽ എന്താ എങ്ങേമാരെ നോമ്പ്? അപ്പൊ പറഞ്ഞത് പുറപ്പാടിന്റെ അനുസ്മരണമാണ്. പുറപ്പാട് എന്ന നിയമത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. മൂസാ നബിനോടുള്ള ഒരു അനുകരണമാണ്, അല്ലെങ്കിൽ മൂപ്പരെ ഓർമ്മിക്കലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഉമ്മത്തിങ്ങളോട് നമ്മൾ നോക്കണം, മൂസാ നബി അലൈഹി സ്വലാമും നമ്മളുമായിട്ടല്ലേ കൂടുതൽ ലിങ്ക്. ഇവരുമായിട്ട് എന്ത് ലിങ്ക? ഇവരൊക്കെ മതം കുത്തിത്തിരിപ്പുണ്ടാക്കി കേടുവരുത്തിയ ആളുകളല്ലേ. പിന്നെ ഇവർ ഈ കുത്തിത്തിരിപ്പിന്റെ ആളുകളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നോറ്റ അതേ ദിവസം നമ്മൾ നോറ്റാൽ അവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. എന്ത്, നമ്മൾ കോപ്പി അടിച്ചു. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി 9 നോൽക്കണം. അപ്പോൾ എതിരെ മതക്കാർ അന്യമതക്കാരോട് അവരുടെ ആചാരങ്ങളിൽ അല്പം പോലും ചാരി നിൽക്കുകയോ ഒട്ടി നിൽക്കുകയോ അവർക്ക് ഒരു കുഴലൂത്ത് ആകുന്ന രൂപത്തിൽ നമ്മൾ ആ ആചാരം ചെയ്യുകയോ ചെയ്യരുത്. ശരിയായ ഭിന്നത തെളിഞ്ഞു കാണണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് താസുആ നോമ്പുണ്ടായത്. അല്ലാതെ താസുആ നോമ്പിന് മുമ്പിൽ ഹിസ്റ്ററി ഒന്നുമില്ല. ഹിസ്റ്ററി ഉള്ളത് 10നാണ്. താസുആ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ മുഖാലഫത്ത്, അള്ളാഹുവിനെ അല്ലാതെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അല്ലാതെ വേറെ ഒരു ദീനും കൊണ്ട് നടക്കുന്ന ആളുകളുമായി അവരുടെ മതാചാരത്തിൽ അശേഷം ഒരു സഹായിച്ചു കൊടുക്കൽ പരിപാടി, ഒരു ഊന്നിക്കൊടുക്കൽ പരിപാടി ഉണ്ടാവരുത്. നിങ്ങൾ ബാത്തിൽ തന്നെയാണ്, വേറെ ഇത് വേറെ തന്നെയാണ് എന്ന് തോന്നുന്ന ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താസുആ. അപ്പോൾ നമ്മൾക്കത് നോറ്റിരിക്കുക. റസൂലുള്ള പറഞ്ഞ അടിസ്ഥാനത്തിൽ താസുആ നോറ്റിരിക്കുക. ഫത്ഹുൽ മുഈൻ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് വളരെ നല്ല നോമ്പാണ്. ഒരു ദിവസം നോൽക്കുക, ഒരു ദിവസം നോൽക്കാതിരിക്കുക. അങ്ങനെയൊന്നും ഒപ്പിക്കാൻ ആളുകൾക്ക് കൊണ്ട് കഴിയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? മുഅക്കദായ നോമ്പ് എന്ന പേരിൽ നോമ്പിടും. ഏറ്റവും ശക്തമായ സുന്നത്തുള്ള നോമ്പ്. ആ നോമ്പിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ നോമ്പ് വരാൻ കിടക്കുന്നത്. താസുആ, അശൂറാവൊക്കെ സുന്നത്താണ്. മുഹറം 1 മുതൽക്ക് തന്നെ നോറ്റുപോരൽ സുന്നത്താണ്. 10 കഴിഞ്ഞിട്ട് 11 കൂടി നോൽക്കലും സുന്നത്താണ്. അഥവാ മാസം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും അത് പുറത്തായി പോകരുതല്ല അശൂറാവ്.